അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോകുന്നു, അവരുടെ പരിപാടികൾ എന്തൊക്കെയാണോ ആ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നതായി. അവരുടെ കൂടെ വേട്ടയ്ക്ക് പോകാൻ തുടങ്ങി. ഒരു നൈറ്റാണ് വേട്ടയ്ക്ക് പോകുക. അപ്പൊ അതില് മണികണ്ഠന് ആണുങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഡ്യൂട്ടി മണികണ്ഠന്, അവിടെ സ്ത്രീകൾ എന്താണോ ചെയ്യുന്നത് അതെനിക്ക്. ഇവിടെ ഒന്നും നമ്മൾ ചെരുപ്പിടുന്നില്ല. കാട്ടിൽ പോകുമ്പോഴായാലും എവിടെയായാലും ചെരുപ്പില്ല. ഈ പറഞ്ഞ ട്രെയിനിങ് പീരീഡിൽ ഒന്നും ചെരുപ്പിടാൻ പറ്റില്ല, നമുക്ക് ചെരുപ്പില്ല, മറന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ എന്നിട്ട് അവിടെ അവര് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അവരുണ്ടാവും കൂടെ, ഞാനും കൂടെ നിന്ന് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം. ചെങ്കൽ ചൂളയിൽ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും സിനിമയിലില്ല. വന്നൊന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് ഹൈറ്റ് കുറവാണ്. നമുക്ക് നായികമാരെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഫീച്ചേഴ്സും അങ്ങനെയൊന്നും അല്ല എൻ്റെ. അപ്പോൾ എന്നെ കണ്ടതേ ശ്യാമേട്ടൻ പറഞ്ഞു, ഞങ്ങൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ഒരാളെയാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി എനിക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന കോൺഫിഡൻസും പോയി. എന്ന് പറഞ്ഞു, ഓക്കെ നമുക്കൊരു സീൻ ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അതവിടെ തീരുമില്ല. അപ്പൊ ആണെന്ന് പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ, അല്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എന്താ പറയാ, ഞാൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇരുന്നിട്ടാണ് പടം കണ്ടത്. എനിക്ക് എന്നെ കാണാൻ, എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അയ്യോ എൻ്റെ ഇമേജ്, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ഞാൻ പൊതുവെ അങ്ങനെ ചിന്തിക്കാറില്ലാത്ത ഒരാളാണ്. ഇന്നലെ നീ കഥ കേട്ടപ്പോൾ ഇതിലെ ചന്ദ്രു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരായിരിക്കും ചെയ്യാന്നാണ് നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് പ്രായമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ കഥ കേൾക്കുമ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രകാശ് രാജ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞു സൂര്യയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ നിന്നോട് ഇന്നലെ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം ഇത് സൂര്യയുടെ പടമാണെന്ന് അറിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് പേര് അത് ചെയ്യാൻ റെഡിയായി വരും. പക്ഷെ ഞങ്ങൾക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരാൾ വരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ പറയാതിരുന്നതെന്ന് പറഞ്ഞു. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന നയൻതാര സൂപ്പർ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇല്ല, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ. പക്ഷെ ഇവരൊന്നും അവരുടെ ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു സാലറി അല്ല വാങ്ങുന്നത്. 5 സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി മുഖ്യധാരയിൽ ശക്തമായൊരു സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്താണ് ഹെറിന്റെ വരവ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു പറയുക തന്നെ വേണം. അതിനൊരു സന്തോഷവും. അഭിനയെക്കുറിച്ച്, ഹെറിനെ കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം ലിജിൻ ചേട്ടനാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒന്ന് വായിക്കുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ എനിക്ക് അർച്ചന സ്ക്രിപ്റ്റ് അയച്ചു തന്നു. വായിച്ചപ്പോൾ എനിക്ക് രസമുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നി. കഥയാണെങ്കിലും എൻ്റെ കഥാപാത്രമാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ക്യാരക്ടർ. അങ്ങനെ എത്ര സിനിമകൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ എത്ര സിനിമകളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ ചുരുക്കം ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. അതൊരു രസമുള്ള ക്യാരക്ടറാണ്. കുറെ പേർക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടാകും. അല്ലെങ്കിൽ കുറെ പേർക്ക് അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ആ ഒരു കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചിലപ്പോൾ അതിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇപ്പോൾ ഇതിൽ അഭിനയം എടുത്ത ഒരു തീരുമാനം, അതിനുള്ളൊരു ധൈര്യം കാണിച്ചത് ചിലപ്പോൾ ചിലർക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ആയേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കുറെ പേർക്ക് വീട്ടിലായാലും അല്ലെങ്കിൽ പാർട്ട്ണറോടായാലും ഒക്കെ ഓപ്പണായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ ഒരു ധൈര്യം വന്നേക്കാം എന്നൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് ചൂസ് ചെയ്തതാണ്. സിനിമ വന്നു കഴിഞ്ഞപ്പം ലിജോമോളുടെ കഥാപാത്രമായാലും മറ്റുള്ളവരുടെ കഥാപാത്രമായാലും എന്ത് തോന്നുന്നു? എനിക്ക് ഹെർ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റർ ഒരു സ്ത്രീയാണ്. സാധാരണ നമ്മള് മിക്ക സിനിമകളും, ഞാൻ എല്ലാ സിനിമകളെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് മലയാളത്തിലായാലും ഇല്ല, പൊതുവെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം തമിഴിലായാലും ഒക്കെയും സ്ത്രീകൾ റൈറ്റേഴ്സ് ആയിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പോൾ 5 സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. സാധാരണ എല്ലാവരും പുരുഷന്മാരാണ് സ്ത്രീകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ തന്നെ ചിലപ്പോൾ അർച്ചനയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അർച്ചനയ്ക്ക് പരിചയമുള്ള ആളുകളാവാം, സ്ത്രീകളാവാം, അങ്ങനെയുള്ളവരുടെ കഥകളൊക്കെ ആവാം. അപ്പൊ അത് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പൊ വായിച്ചപ്പം എല്ലാം തന്നെ പറയുന്ന വിഷയങ്ങൾ രസമുള്ളതാണ്. പക്ഷെ നമ്മളത് ഭയങ്കരമായിട്ട് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ അങ്ങനെ പറയുമൊന്നുമല്ല. നമ്മളതിനെ വളരെ ലൈറ്റർ വേർഷനിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ രസമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ലിജിൻ ചേട്ടൻ ഇതിന് മുന്നേ
ഒരു സിനിമയ്ക്ക് വേണ്ടി വിളിച്ചിരുന്ന ഒരു ക്യാരക്ടർ ഞാൻ. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലിജിൻ ചേട്ടൻ രണ്ടാമത് വിളിച്ച് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇത്രയും പേരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് ആരുടെയും കൂടെ അങ്ങനെ വലിയ കോമ്പിനേഷൻസ് ഒന്നും ഇല്ല. പാർവതിയുടെ കൂടെ ഒരു വളരെ ചെറിയൊരു കോമ്പിനേഷനേ ഉള്ളൂ. എന്നാലും ഇത്രയും പേര് ഒരുമിക്കുന്ന ഒരു സിനിമയാണ്. ഉർവശി ചേച്ചി ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, അല്ലെ രമ്യ നമ്പീശൻ ആയിക്കോട്ടെ, ഐശ്വര്യ രാജേഷ് ആയിക്കോട്ടെ, ഇത്രയും പേരുടെ കൂടെയാണ് അല്ലെങ്കിൽ ഇത്രയും പേരുള്ള ഒരു സിനിമയിലാണ് ഞാനും ഒരു പാർട്ടാവുക എന്നുള്ളതും സന്തോഷമുള്ള. ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ലിജിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. തെന്നിന്ത്യയിലെ മികച്ച 5 നടിമാരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കഥാപാത്രങ്ങളാവാൻ വേണ്ടിയിട്ട്. ആ സിനിമയുടെ ഒരു ഞാൻ കണ്ട ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു. സ്ക്രിപ്റ്റ് ഫുള്ളും വായിച്ച സമയത്ത് ഇപ്പം അഭിനയമാണ് ലിജോയ്ക്ക് അഭിനയിക്കാൻ കിട്ടിയത്. എന്നിരുന്നാലും വേറെ ഏതെങ്കിലും കഥാപാത്രം ആവാം അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെ തോന്നിയിരുന്ന? എനിക്ക് എന്തായാലും ഉർവശി ചേച്ചിയുടെ ഒന്നും ക്യാരക്ടർ അത് എടുക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനത്തെ ഒരു കഥയാണ്. മേ ബി രുചി പാർവതി ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐശ്വര്യ ചെയ്ത ക്യാരക്ടർ, മേ ബി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഞാൻ ചൂസ് ചെയ്തേനെ. ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥയാണ് അഭിയുടെ. അതിനകത്ത് തന്നെ ഇപ്പം പൊതുവെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് നമുക്ക് സമൂഹത്തില് സെക്ഷൽ കമ്പാറ്റബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടും പൊതുവെ ആളുകൾ അത്തരം തെരഞ്ഞെടുപ്പ് നടത്താത്തത് ഇമേജിനെ ഭയന്നിട്ടാണ്. അത്തരം കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടില്ലേ, ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പം അയ്യോ എന്റെ ഇമേജ്, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് ഞാൻ പൊതുവെ അങ്ങനെ ചിന്തിക്കാറില്ലാത്ത ഒരാളാ. കാരണം അത് ഞാനല്ല, ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവോ ഇല്ലെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമോ എന്നുള്ള പേടി എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതൊക്കെയും സംസാരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നടന്ന സംഭവം എന്ന് പറഞ്ഞ ഒരു മൂവി ഞാൻ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അതിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതും സെൻസിറ്റീവ് ടോപ്പിക് ആണ്. ഒരു 2 സ്ത്രീകൾ തമ്മിൽ മാസ്റ്റർബേഷനെ കുറിച്ച് സംസാരിക്കുന്നത്, വേറൊരാള് പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിലൊരാളുടെ ഭർത്താവ് റെക്കോർഡ് ചെയ്യുന്നു, അത് പിന്നെ കുറെ പേരിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക് ഒക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അന്ന് അത് ചൂസ് ചെയ്തപ്പോഴും ആളുകൾ എന്നോട് ചോദിച്ചു പേടിയില്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. പക്ഷെ അത് ക്യാരക്ടറാണ്. ഇതെല്ലാം നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്, എല്ലാം അറിയേണ്ടതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പറയാൻ മടിയുള്ള കാര്യങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പാർട്ടാവാൻ എനിക്ക് തോന്നുന്നു പഴയ കുറച്ചുകൂടെ മുന്നത്തെ സിനിമകളിൽ കുറച്ചുകൂടെ ഒക്കെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഇടക്കാലത്താണ് ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യരുത് അല്ലെങ്കിൽ സംസാരിക്കരുത് എന്നുള്ളൊരു രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടിയാണ് ആർക്കും എന്തും പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ പോലും ഞാനിപ്പോ ഇതിന് മുന്നേ പറഞ്ഞ പോർഷൻ മാത്രം കട്ട് ചെയ്ത് അത് കാണാനും അല്ലെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആളുകളുണ്ട്. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത്ര വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് തോന്നുന്നു. ഇപ്പൊ നമുക്കാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളെ കുറിച്ചോ ഒക്കെ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അത് എനിക്കും അറിയാൻ പറ്റും, ഞാനും അറിയുന്നുണ്ട് ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നതിനെ കുറിച്ച് എന്നുള്ള ആ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടും. അപ്പോൾ അത് ചിലപ്പോ ഇനിയൊരു തവണ ഞാനൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പം ആലോചിച്ചേക്കാം. അപ്പൊ ആ ഒരു പേടി കൊണ്ടായിരിക്കും ഒരിടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞു പോയത് എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അങ്ങനെ ഒരു സിനിമകൾ വരാത്തതും ആളുകൾ ചൂസ് ചെയ്യാത്തത്. പൊതുവെ കനിയോടൊക്കെ സംസാരിച്ച സമയത്ത് കനിയൊക്കെ പറയും, ദിവ്യപ്രഭയൊക്കെ ആയാലും പറയുന്നുണ്ടായിരുന്നു ടൈപ്പ് ചെയ്യപ്പെടും, അവരൊന്നും അത്തരം കാര്യങ്ങൾ ഭയക്കുന്നില്ല, പക്ഷെ ടൈപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം പലരും. കാരണം അവരുടെ തന്നെ അനുഭവം വെച്ചിട്ട് ഒരു കഥാപാത്രം ആ രീതിയിൽ ചെയ്താൽ പിന്നെ വരുന്ന അവസരങ്ങളും ഒക്കെ അത്തരം കഥാപാത്രങ്ങൾക്കുള്ള അവസരങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ എന്നുള്ളത്. അല്ല, അതെനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നല്ല. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ മഹേഷിന്റെ പ്രതികാരമാണ്. മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ കട്ടപ്പനയിൽ ഋതിക് റോഷൻ കഴിഞ്ഞപ്പോഴായാലൊക്കെ അങ്ങനത്തെ തന്നെ റോളുകൾ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഞാനന്ന് ഇല്ല, ഞാൻ ഇനി ഇങ്ങനത്തെ ചെയ്യുന്നില്ല എന്ന് ഞാനായിട്ടൊരു തീരുമാനം എടുത്ത് അതിന്റെ എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് നമ്മൾ ചെയ്യുന്നില്ല, ഇനി റിപ്പീറ്റഡ്ലി നമ്മളത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വന്നേക്കാം. അതെ, എനിക്ക് ഇപ്പൊ ജയ്ബീം ചെയ്ത് കഴിഞ്ഞപ്പോഴും അത് തന്നെയായിരുന്നു. ജയ്ബീം പോലത്തെ തന്നെ ക്യാരക്ടർ, അല്ലെങ്കിൽ എന്നെ ചിലർ വിളിക്കുന്നത് നമ്മൾ ജയ്ബീമി ചെയ്തതുപോലുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ആ എഫേർട്ട് എടുക്കുന്നില്ല, ഞാൻ ഇപ്പം ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വന്നേക്കാം, അത്രേ ഉള്ളൂ. എന്നാലും
നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ്, വേറെ പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നു തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ്. സിനിമ ഒരു തൊഴിലായി കാണുമ്പോഴും മറ്റു തൊഴിൽ പോലെ അല്ലല്ലോ, അതില് തെരഞ്ഞെടുപ്പ് കൂടെ ഒരു പ്രധാനം തന്നെയാണ്, കഥാപാത്രങ്ങളെ തെരഞ്ഞെടുപ്പ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ചിന്തിക്കുന്നില്ലെന്നു. കണ്ടിട്ടില്ലെങ്കിൽ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുമ്പം നമ്മൾ ആ ഗ്യാപ്പ് എടുക്കുമ്പം അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രശ്നം ആളുകൾ മറന്നു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഗ്യാപ്പ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മളത് വേണമെന്ന് വെച്ചിട്ട് എടുക്കുന്നതല്ല. ഈ പറഞ്ഞതുപോലെ ഒരേ തരം ക്യാരക്ടേഴ്സ് വരുമ്പോ ഇല്ല വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വരുമോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം പക്ഷെ അങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നത് കൊണ്ട് മറന്നു പോകും എന്ന് എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നീ അത്രയും അങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ മറന്നു പോകും, കാരണം അടുത്തെങ്ങും സിനിമകൾ നിന്നെ വെച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളത് മറന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് അതിനൊക്കെ ആലോചിച്ച് ചെറിയ പേടിയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഗ്യാപ്പ് എടുത്ത സമയത്താണ് എനിക്ക് ജയ്ബിയും സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിനു മുന്നേ ഞാനൊരു വലിയ ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മേ ബി നമുക്കുള്ളതാണെങ്കിൽ ചിലപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് വരും ഗ്യാപ്പ് എടുത്താലും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പേടി ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരേ തരം ക്യാരക്ടേഴ്സ് ചെയ്തു പോകുന്നതിൽ നല്ലത് കുറച്ച് ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നല്ലത് വരികയാണെങ്കിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ആദ്യ സിനിമയായ മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് എത്തുന്നത് ഓഡീഷൻ വഴിയാണ്. സിനിമ മനസ്സിൽ പോലും ഇല്ലാത്ത സമയത്ത് വന്നു ചേർന്ന ഒരു അവസരം കൂടിയായിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യ സിനിമ എന്നുള്ളൊരു അനുഭവവും കാര്യങ്ങളും ഒക്കെ? കുറെ പറഞ്ഞതാണ് എന്നാലും. ആദ്യത്തെ സിനിമയിൽ ഞാൻ തമാശയ്ക്ക് ഫോട്ടോ അയച്ചതാണ്. കാരണം അതിന് മുന്നേ ഒന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഒന്നും എനിക്കില്ല. എനിക്കും എൻ്റെ ഫാമിലിയിലോ ആർക്കും ഇല്ല. ഈ പറഞ്ഞ പോലെ നാടകങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മോണോ ആക്ടോ മിമിക്രിയോ അങ്ങനത്തെ ഒരു പരിപാടിയും എനിക്കില്ല. ഞാൻ സ്റ്റേജിൽ കയറാത്ത ഒരാളായിരുന്നു സ്കൂളിൽ പോലും ഒരു പരിപാടിക്ക്. അപ്പോൾ തമാശ പാട്ട് പിന്നെ ഞാൻ പാടും, അമ്മ പാടും, പാടും. പക്ഷെ ഈ പറഞ്ഞതുപോലെ അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനും ഞാൻ എവിടെയും ഒന്നിനും പോയിട്ടില്ല. അപ്പൊ ഒരു തമാശക്ക് ഫോട്ടോ അയച്ചു. അതും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ അയക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓഡിഷൻ കോൾ വരുന്നു. അത് ഉണ്ണിമായ ചേച്ചിയാണ് അന്ന് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ തമാശക്ക് ഫോട്ടോ അയച്ചതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ഏതായാലും ഞങ്ങൾ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, വന്നൊന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് ഹൈറ്റ് കുറവാണ്, അങ്ങനത്തെ നമ്മളന്ന് ഈ നമുക്ക് നായികമാരെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഫീച്ചേഴ്സും അങ്ങനെയൊന്നും അല്ല എൻ്റെ. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്ത് നിനക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇത്ര പേരെ അറിയുള്ളൂ, പുറത്തേക്ക് വേറെ ആരും അറിയുന്നില്ല, അപ്പൊ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് അങ്ങനെ വീണ്ടും പറയുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഈ കാര്യം പറയുന്നു. അപ്പൊ അമ്മ എന്നോടത്ത് ചൂടായി, നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചത്, നിനക്ക് ആക്ടിങ്ങിനെ കുറിച്ച് നിനക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഫോട്ടോ അയച്ചതെന്ന് വെച്ചാൽ അമ്മ ചൂടായി. ഞാൻ വീണ്ടും ചേച്ചിയെ വിളിച്ച് പറയുന്നു ഇതേപോലെ വീട്ടിൽ പ്രശ്നമാണ്, വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അപ്പൊ പറയുന്നു സംസാരിച്ച് നോക്ക് എന്ന് പറയുന്നു. അങ്ങനെ അവസാനം അച്ഛൻ വരാമെന്ന് സമ്മതിക്കുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഞാനന്ന് പോണ്ടിച്ചേരിയിൽ PG ചെയ്യാണ്. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു വീക്കെൻഡിലാണ് ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നത് ഓഡീഷന്. ഇവിടെ വന്ന് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവർ എത്തിയിട്ടില്ല. അപ്പം എന്നെ വന്നത് ശ്യാമേട്ടനുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ, ദിലീഷേട്ടൻ, അങ്ങനെ പിന്നെ ദിലീഷേട്ടൻ്റെ കൂടെ അസോസിയേറ്റ് ചീഫ് ആയിരുന്നു റോയിച്ചനുണ്ട്, അങ്ങനെ കുറച്ച് പേരാണ് വരുന്നത്. എന്നെ കണ്ടതേ ശ്യാമേട്ടൻ പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ഒരാളെയാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടി എനിക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന കോൺഫിഡൻസും പോയി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്തായാലും അച്ഛനോട് പറഞ്ഞു എന്തായാലും കിട്ടാൻ പോണില്ല എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് കയറി. അപ്പം ഒരു ഇതുപോലെ ഒരു ഹാളിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഞാനൊരു സോഫയിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് പേര്, എന്ത് ചെയ്യാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്കൊരു സീൻ ചെയ്ത് നോക്കാന്ന് പറയുന്നു. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. അപ്പൊ അവരെല്ലാരും എല്ലാരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ നമുക്ക് കുറച്ച് നേരമാണെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇടുക്കിയിൽ നിന്നുള്ള ആളാണെന്ന് അവരറിയുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇടുക്കിയിൽ നിന്നുള്ള ആളുകളെയാണ് ശരിക്കും നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടബിൾ ആയി. അപ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പൊ നമുക്കൊരു സീൻ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയിൽ തന്നെ ഉള്ളൊരു സീനാണ് ചെയ്യാൻ തരുന്നത്. അതായത് അപ്പൻ കുളിച്ചോണ്ടിരിക്കുകയാണ്, നീ TV കാണുകയാണ്. അപ്പൊ അപ്പനെ കാണാൻ ഒരാള് വരുന്നു. അപ്പൊ അപ്പൻ കുളിച്ചിട്ട് വരുന്നവരെ പുള്ളിയോടൊന്ന് സംസാരിച്ചിരിക്കണം. ഇതാണ് സീൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണ്. ഡയലോഗ്സ് ഒന്നും തന്നിട്ടില്ല, നമുക്ക് എന്താണോ വരുന്നത് അത് പറയാം. അന്ന് എന്താണ് സംസാരിച്ചിരുന്നു, എന്താണ് എങ്ങനെയാ സീൻ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
എനിക്ക് തോന്നുന്നു ഞാൻ ഇതുപോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോഫയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു നീ വീട്ടിൽ TV ആണോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ കയറി ചമ്രം പടിഞ്ഞൊക്കെ ഇരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് ഇതിൻ്റെ ചീഫായിരുന്ന റോയിച്ചനാണ് ഇപ്പം സൗബിക്കയുടെ ക്യാരക്ടർ ജസ്റ്റ് ഇതിൽ ഓഡിഷൻ ചെയ്തത്. അപ്പോൾ ആ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ഇതേ സീൻ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആള് ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, നീയും സിനിമകൾ കാണുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സംസാരം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. ഇപ്പം ഞാനന്ന് എന്താ ചെയ്തെന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അത് കുറച്ചു നേരം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ആളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം നീ എങ്ങനെയായിരിക്കും അയാളോട് സംസാരിക്കുക. അതിനും എന്തൊക്കെയോ ചെയ്തു. ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു നീ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സിനിമ ഓക്കെ കൺമണിയാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അത് ഇവൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കഥ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്ക് കഥ പറഞ്ഞു കൊടുത്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ അറിയില്ല, അത് എൻ്റെ അടുത്ത പ്രശ്നം. അപ്പോൾ ദിലീഷേട്ടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഫോട്ടോസിന് ഇങ്ങനെ കൈ കെട്ടിയൊക്കെ ജനലിനടുത്തൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പോസുകൾ കാണിച്ചു തന്നു, ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു ഓക്കെ ഇനി എന്താണെന്നുള്ളത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി വന്ന് ആദ്യം അച്ഛനോട് പറഞ്ഞു എന്തായാലും കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ തിരിച്ച് പോണ്ടിച്ചേരിക്ക് പോയി. പക്ഷെ പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ഉണ്ണിമാ ചേച്ചിയുടെ കോൾ എനിക്ക് പിന്നെയും വരിക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി സെലക്ട് ആയില്ലെങ്കിൽ ഇവർ വിളിച്ച് പറയായിരിക്കും. അപ്പം എനിക്ക് ടെൻഷനായി, ക്ലാസ്സിലായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചേച്ചിക്ക് ഇങ്ങനെ താഴെ വെച്ച് ഇങ്ങനെ മെസ്സേജ് ചെയ്തു ഞാൻ ക്ലാസ്സിലാണ്. അപ്പോൾ ചേച്ചിയുടെ റിപ്ലൈ വന്ന് ക്ലാസ് കഴിഞ്ഞ് ഉടനെ തിരിച്ച് വിളിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ആ ക്ലാസ് കഴിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ ഓഡിഷൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി നിനക്കൊരു ഗ്രൂമിങ് സെഷൻ ഉണ്ടാവും, ആ ഡേറ്റ് എന്താണെന്ന് പറയാമെന്ന്. അപ്പോൾ പക്ഷെ അപ്പോഴും എനിക്ക് ആ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. സിനിമ ചെയ്യാൻ പോലെ സിനിമയിൽ അഭിനയിക്കാൻ പോകാന്നുള്ളത് തലയിലേക്ക് കയറുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ക്ലാസ് അങ്ങനെ റെഗുലറായിട്ട് നമുക്കില്ല. അതെനിക്ക് ശരിക്കും ഒരു രക്ഷയായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഗ്രൂമിങ് സെഷൻ ഇവർ പറഞ്ഞൊരു ഡേറ്റിൽ വന്നു. അങ്ങനെ അപർണയെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് പൈസയൊക്കെ തന്നിട്ട് അടുത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ വരാനൊക്കെ പറഞ്ഞ് വിട്ടു. പിന്നെ അങ്ങനെ ഞാനും അപർണയും സംസാരിച്ച് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഡേറ്റ്സ് വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ കൺസേൺ എനിക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 75% താഴേക്ക് അറ്റൻഡൻസ് പോയാൽ എക്സാം എഴുതാൻ പറ്റില്ല, ഒരു ഇയർ ബാക്ക് അടിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇനി എൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്ര പെർസെൻറ്റേജിൻ്റെ താഴേക്ക് എനിക്ക് അറ്റൻഡൻസ് പോകാൻ പറ്റില്ല, അതേപോലെ എനിക്ക് എക്സാംസ് വരുമ്പോൾ അത് ഞാൻ എഴുതും, അത് നോക്കി എനിക്ക് ഡേറ്റ്സ് തരണം എന്ന് ഞാൻ പറഞ്ഞു. അവർക്കതിന് പ്രശ്നമില്ല. എനിക്ക് എക്സാം ഉള്ള സമയം നോക്കി അവരെനിക്ക് ലീവൊക്കെ തന്നു. എനിക്ക് ഒരുപാട് ദിവസം ഷൂട്ടൊന്നും ഇല്ല, പക്ഷെ ഉള്ള ദിവസങ്ങൾ എൻ്റെ എക്സാംസും ആയിട്ട് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിക്ക് അവർ ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്ന് ഞാൻ ഷൂട്ട് ചെയ്യുക. അപ്പോൾ പക്ഷെ അപ്പോഴും എനിക്ക് അറിയാത്ത ആളുകളാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു അന്തരീക്ഷമാണ്. എന്നാലും എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പോൾ ഞാൻ പിന്നെ മോണിറ്ററിൽ പോയി കാണാറില്ല ഞാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് പ്രശ്നമില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഫുൾ പോകും. അപ്പോൾ അത് കാണുന്നില്ല. അവർ ചെയ്തിട്ട് എന്താന്നുള്ളത് ദിലീഷേട്ടൻ പറഞ്ഞു തരും. അതേപോലെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് സീൻ വന്ന് പറഞ്ഞിട്ട് പറയും ഈ സീനിൽ നീ ആണെങ്കിൽ ഇതിനോട് നീ എങ്ങനെ റിയാക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും അങ്ങനെ വന്ന് ദിലീഷേട്ടൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ ചിലതിന് ദിലീഷേട്ടൻ തന്നെ ആ സീൻ അഭിനയിച്ച് കാണിച്ചു തരും, ഇത്രയേ ഉള്ളൂ, ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, കൂടുതലൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. സ്ക്രീനിൽ കണ്ടപ്പോഴൊരു അനുഭവം എന്തായിരുന്നു? സിനിമ റിലീസായപ്പോൾ ഞാൻ കാണാൻ പോയില്ല. ഞാൻ പോണ്ടിച്ചേരി തന്നെ, എനിക്ക് പേടിയായിരുന്നു. അപ്പം കാണാൻ പോയില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്ത് അതങ്ങനെ പോകും. അപ്പൊ നമ്മള് ശ്രദ്ധേയമായ ക്യാരക്ടർ തന്നെയായിരുന്നു. ഈ ഒരു സിനിമ ഇത്ര ശ്രദ്ധിക്കപ്പെടുന്നു, അതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ നോട്ടീസ് ചെയ്യപ്പെടുന്നു ഒന്നും ആരും വിചാരിക്കുന്നില്ല. അപ്പോൾ സിനിമ ഇറങ്ങി ഒരു എനിക്കൊന്ന് 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് മലയാളി കുട്ടികളൊക്കെ തിരിച്ചു വന്ന സമയത്ത് അതിൽ1-2 പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അതവിടെ തീരുമില്ല. അപ്പൊ ആണെന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, അല്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പം ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിന് 1-2 ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുന്ന ആളുകൾ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഞാൻ ചെയ്തത് ചെറിയൊരു ക്യാരക്ടർ. അപ്പൊ എനിക്കതാണ് മനസ്സിലായി, ഒരു ചെറിയ ക്യാരക്ടറിന്റെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന് ഇവരെന്താ ഇന്റർവ്യൂവിന് വിളിക്കാൻ നോക്കിയേ. അപ്പോൾ പിന്നെ ഈ പ്രൊഡക്ഷന് അവർ വിളിച്ചിട്ട് നീ സിനിമ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം വന്ന് കാണാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അന്നേരമാണ് കട്ടപ്പനയിൽ ഒരു സ്വീകരണം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫഹദ് ഉണ്ട്, സൗബിക്ക ഉണ്ട്, എല്ലാവരും ഉണ്ട്.
അപ്പൊ എന്നോടും കൂടി വരാൻ പറഞ്ഞു, കാരണം ഞാൻ ഇടുക്കി എന്നുള്ള ആളായതുകൊണ്ട് എന്നോടും കൂടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ നാട്ടിലെത്തിയപ്പോ ഞാൻ അറിയാണ്ട് ഇവര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ പരിപാടി കഴിഞ്ഞപ്പോ പറഞ്ഞു നീ പടം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പടം കാണുന്നത്. അവര് നിർബന്ധിച്ചത് കൊണ്ട്, അല്ലെ ഞാൻ കാണാൻ പോയില്ലായിരുന്നു. എനിക്ക് എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് പടം കണ്ടത്. എനിക്ക് എന്നെ കാണാൻ, എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനില് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം ഇതാരായിരുന്നു, എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ, നല്ല രസമായിരുന്നു. എനിക്ക് ആ കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു. അത് എന്നെ വിളിക്കുന്ന ബിബിൻ ചേട്ടനാണ്. അതിന്റെ ബിബിൻ ജോർജും വിഷ്ണു ചേട്ടൻ, അവരാണല്ലോ റൈറ്റേഴ്സ്. അപ്പം ബിബിൻ ചേട്ടനാണ്. നേരിട്ട് വിളിക്കായിരുന്നു അല്ലെങ്കിൽ ഓഡീഷൻ വഴി? ഇല്ല, മഹേഷ് കണ്ടിട്ടാന്ന് തോന്നുന്നു അവരെന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കഥയെക്കുറിച്ച് എന്താന്നുള്ള കഥ ഫുൾ നറേറ്റ് ചെയ്തു. ആദർശിക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ചെയ്യാം, അതും ഇടുക്കിയാണ് കഥ നടക്കുന്നതെങ്കിലും വേറെ, ഇപ്പം സോണിയ എന്ന് പറയുന്ന ക്യാരക്ടർ പോലെ അല്ല കനി. അപ്പൊ ആ ഡിഫറൻസ് അപ്പൊ ഞാൻ, പിന്നെ എനിക്ക് കൂടുതൽ തന്നെ അറിയില്ല, എന്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പൊ ചെയ്യാന്ന് പറയുമ്പോൾ പോയി ചെയ്യുന്നു. ആ സെറ്റും നല്ല രസമുള്ള സെറ്റായിരുന്നു. ഇപ്പൊ വിഷ്ണു ചേട്ടനായിക്കോട്ടെ, ബിബിൻ ചേട്ടനായിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കും. നാദൃഷിക്കാണേലും അതെ. അതേപോലെ എന്റെ ക്യാമറമാൻ ശ്യാംദത്തേട്ടൻ, എല്ലാവരുമായിട്ടും ഈവൻ മേക്കപ്പ് ടീം, ഞാൻ എല്ലാവരുടെ അടുത്തും കമ്പനി ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ അവിടെ ഒരു ചെറിയ കുട്ടി എത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിച്ച് അങ്ങനെ നടക്കുന്നു. എന്റെ പോർഷൻ വരുമ്പോ പോയി ചെയ്യുന്നു. അങ്ങനെ അത് രസമുള്ളൊരു സെറ്റായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ അവസരങ്ങൾ വരാതിരുന്നതാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യപ്പെട്ട് വന്നത് കൊണ്ട് കുറച്ചു കാലം കാത്തിരുന്നതാണോ? രണ്ടും ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അതിനുശേഷമാണ് കൂടുതലും ഇടുക്കി ഏതെങ്കിലും ഒരു ഇടുക്കി ബേസ്ഡ് കഥയുണ്ടെങ്കിൽ അതിലോ ലിജോമള് കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സിനെ കുറച്ച് നാള് നോക്കുന്നില്ല എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ ഞാൻ ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, സിവപ്പ് മഞ്ചൾ പച്ച എന്ന് പറഞ്ഞ്. അത് ഈ പറഞ്ഞ പോലെ മഹേഷിന്റെ പ്രതികാരം കണ്ടിട്ട് വിളിക്കുന്നതാണ്. അതിന്റെ ഒരു ഷൂട്ടൊക്കെ ആയിട്ട് കുറച്ചു കാലം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് ആ ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ് ജയ് ഭീം വരുന്നത്. മലയാളത്തിലാണെങ്കിലും ഞാൻ അതിനിടയിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എത്ര സിനിമകൾ നോക്കിയാൽ നമ്പേഴ്സ് കുറവായിരിക്കും. എന്നാലും എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാനത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജയ് ഭീം തന്നെ സൂര്യയുടെ മൂവി ആയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു സെങ്കിനിയെ മാറ്റി നിർത്തിയിട്ട് ആ മൂവിയെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ഒരു കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് എന്നുള്ളത് എനിക്ക് ജയ് ഭീമിലാണ് അങ്ങനൊന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് വിളിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സിവപ്പ് മഞ്ചൾ പച്ചയെ കണ്ടിട്ടാണ്. അതിലേക്ക് അത് ഓഡീഷന് വിളിക്കുക ചെയ്തത്. സിവപ്പ് മഞ്ചൾ പച്ചയിലേക്ക് ഓഡീഷനാണ് വിളിക്കുക. എല്ലാം തമിഴില് രണ്ടും ആദ്യത്തെ രണ്ടും ഓഡീഷൻ തന്നെയാണ്. അപ്പൊ ഓഡീഷന് വിളിക്കുമ്പോൾ ഞാൻ സിനിമയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് വന്നു. അപ്പൊ ഞാൻ വീണ്ടും എന്നാ പി ജി കഴിഞ്ഞ് എനിക്ക് നെറ്റ് എടുത്ത് PhDക്ക് പോയി അങ്ങനെ പോകാനായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ വീണ്ടും നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇരിക്കുന്ന സമയത്താണ് ജയ് ഭീമിന്റെ കോൾ വരുന്നത്, ഓഡിഷൻ. അപ്പോൾ ഞാൻ ആദ്യം കാര്യമാക്കിയില്ല, ചെന്നൈ വരെ പോകണം. അപ്പം എനിക്ക് അതൊന്നും അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. അപ്പം ഞാനത് ആദ്യം അതിനോട് അങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല. അവർ രണ്ടാമത് വീണ്ടും വിളിച്ചു. അപ്പം ഞാനിങ്ങനെ അമ്മയോട് സംസാരിച്ച് പറഞ്ഞാൽ പോയി നോക്ക് എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. 2D പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സിനിമ, ഒരു സോഷ്യൽ കോസിന് വേണ്ടി എടുക്കുന്ന ഒരു സിനിമ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു പോകുന്നു. അവർ സീനൊക്കെ തന്നു, എനിക്ക് ഓൾറെഡി അയച്ചൊക്കെ തന്നു. പക്ഷെ അത് തമിഴാണ്. അപ്പം എനിക്ക് അന്ന് തമിഴ് അങ്ങനെ അറിയില്ല, എനിക്ക് മനസ്സിലാവും, പറയാൻ അറിയില്ല. അപ്പം ഞാൻ പഠിച്ചിട്ടൊക്കെ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിത് ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് നമ്മൾ കാണാപ്പാടം പഠിച്ചു പറയാനുള്ളൂ. അപ്പം എനിക്കിത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. 2-3 ടേക്കൊക്കെ പോയി, പറ്റുന്നില്ല. അപ്പൊ അവസാനം എന്നോട് ഡയറക്ടർ പറഞ്ഞു, യൂഷ്വലി ഒരു ഓഡീഷനൊക്കെ ആണെങ്കിൽ പൊക്കോളാൻ പറയും. പക്ഷെ അവിടെ എന്നോട് ഡയറക്ടർ പറഞ്ഞു, ജ്ഞാനവേൽ സാർ പറഞ്ഞു, ഓക്കെ നിനക്ക് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ നിനക്ക് മലയാളത്തിലാണ് കംഫർട്ടബിൾ എങ്കിൽ നീ മലയാളത്തിൽ ആ ഡയലോഗ് പറഞ്ഞ് പെർഫോം ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു 5 മിനിറ്റ് സമയമൊക്കെ തന്ന് അത് ഞാൻ പിന്നെ മലയാളത്തിലൊക്കെ ചെയ്ത് ബലിപ്പിച്ചപ്പോൾ അവർക്കത് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കഥ ഫുൾ കേട്ടു. കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടർ ഭയങ്കര ഹെവിയാണെന്നറിയാം, പക്ഷെ അത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല.
എന്തോ എനിക്ക് റിലേറ്റബിൾ ആണ് എന്ന് തോന്നി. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നി. ഞാനത് ചെയ്യാമെന്ന് സമ്മതിച്ച് തിരിച്ചു പോന്നു. ഞാൻ നാട്ടിലെത്തി പിറ്റേന്നാണ് എനിക്ക് ജ്ഞാനവേൽ സാർ ഇതുപോലെ വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നലെ നീ കഥ കേട്ടപ്പോൾ ഇതിലെ ചന്ദ്രു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരായിരിക്കും ചെയ്യാന്നാണ് നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് പ്രായമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഞാൻ കഥ കേൾക്കുമ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രകാശ് രാജ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രകാശ് രാജ് അല്ല, വേറെ എന്തെങ്കിലും ഗസ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല സാർ. അപ്പൊ പറഞ്ഞു സൂര്യയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ നിന്നോട് ഇന്നലെ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം ഇത് സൂര്യയുടെ പടമാണെന്ന് അറിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് പേര് അത് ചെയ്യാൻ റെഡിയായി വരും. പക്ഷെ ഞങ്ങൾക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരാൾ വരണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ പറയാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അമ്മയോട് പറഞ്ഞ സൂര്യ ഈ സിനിമയിലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇരുളർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആ സമയത്ത് അറിയില്ല. അപ്പൊ ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് നമ്മുടെ ഇവിടെ വളരെ കുറവാണ് ഇരുളർ കമ്മ്യൂണിറ്റി കേരളത്തില്. അപ്പൊ എനിക്ക് അവരെന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിനക്കൊരു 10 days വർക്ക്ഷോപ്പ് എന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ ഒരു 10 ദിവസം എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 10 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് സാരി തോന്നും. അപ്പൊ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അപ്പൊ അവരെല്ലാരും സാരി ഉടുക്കുന്നവരാണ്. അപ്പം അവരെങ്ങനെയാണോ ഉടുക്കുന്നത് അതേപോലെ സാരി ഉടുക്കുക, ഫുൾ ഡേ സാരി തന്നെ അങ്ങനെ നടക്കണം. ചെരുപ്പില്ല, അന്ന് തൊട്ട് ഞങ്ങൾക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവരാരും ചെരുപ്പ് ഉപയോഗിക്കുന്നവരല്ല. അങ്ങനെ 10 ദിവസം നമ്മള് അവരുടെ കൂടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ ഗെയിംസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് വരാൻ. അവരങ്ങനെ പൊതുവെ നമ്മളെ പോലെ പുറത്തുനിന്നുള്ള ആളുകളുമായിട്ട് അവർ പെട്ടെന്ന് സംസാരിച്ച് കൂട്ടാവുന്നവരല്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയും ഭാഷയാണ്. കാരണം എനിക്ക് തമിഴ് പറയാനറിയില്ല. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും. അവർ പറയുന്ന തമിഴ് വേറെ തമിഴാണ്, കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് അത് മനസ്സിലാക്കാൻ. അപ്പൊ എനിക്കിത് മനസ്സിലാവും, പക്ഷെ എനിക്ക് തിരിച്ച് അവരോട് സംസാരിക്കാൻ അറിയില്ല. അവർക്ക് ആ ഭാഷ മാത്രമേ ഉള്ളൂ, ആ തമിഴ് അവർക്ക് അറിയുള്ളൂ. അപ്പോൾ അത് പിന്നെയും ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ കരയൊക്കെ ചെയ്യും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പം മണികണ്ഠൻ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്തപ്പം മണികണ്ഠനും ഉണ്ട് എൻ്റെ കൂടെ. അപ്പം പുള്ളിയാണ് എന്നെ ഇങ്ങനെ ഓക്കെ ആക്കുന്നത്. പറഞ്ഞത് കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കേണ്ടായിരുന്നു, നമുക്ക് സമയമുണ്ടല്ലോ, അപ്പൊ അതിനുള്ളിൽ നിനക്ക് ഭാഷ പഠിക്കാം, തൽക്കാലം നീ ട്രൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കംഫർട്ടബിൾ ആക്കും. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 10 ദിവസം കഴിയാണല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുക. അപ്പൊ നോക്കിയപ്പോൾ ഇല്ല, കഴിയുന്നില്ല. വീണ്ടും നമ്മളൊരു 10 ദിവസം കൂടെ എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. ആദ്യം നമ്മൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോകുന്നു. അവരുടെ പരിപാടികൾ എന്തൊക്കെയാണോ ആ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നതായി. അവരുടെ കൂടെ വേട്ടയ്ക്ക് പോകാൻ തുടങ്ങി. ഒരു നൈറ്റാണ് വേട്ടയ്ക്ക് പോകുക. അപ്പൊ അതില് മണികണ്ഠന് ആണുങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഡ്യൂട്ടി മണികണ്ഠന്, അവിടെ സ്ത്രീകൾ എന്താണോ ചെയ്യുന്നത് അതെനിക്ക്. ഇവിടെ ഒന്നും നമ്മൾ ചെരുപ്പിടുന്നില്ല. കാട്ടിൽ പോകുമ്പോഴായാലും എവിടെയായാലും ചെരുപ്പില്ല. ഈ പറഞ്ഞ ട്രെയിനിങ് പീരീഡിൽ ഒന്നും ചെരുപ്പിടാൻ പറ്റില്ല, നമുക്ക് ചെരുപ്പില്ല, മറന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസ് ഇപ്പൊ അവരവരുടെ വീടുകളിൽ പോകാൻ തുടങ്ങി. അപ്പം ചിലപ്പോ ഒരു ദിവസം രാവിലെ എന്നിട്ട് അവിടെ അവര് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അവരുണ്ടാവും കൂടെ, ഞാനും കൂടെ നിന്ന് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം. ചെങ്കൽച്ചൂളയിൽ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും സിനിമയിലില്ല, അങ്ങനെ നമുക്ക് സീൻസ് ആയിട്ടൊന്നും ഇല്ല. പക്ഷെ അവര് ചെയ്യുന്നതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളും അവരും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാതിരിക്കുള്ളൂ എന്നാണ് ഞങ്ങളുടെ ട്രെയിനർ പറയുന്നത്. അപ്പോൾ 10 ദിവസം എന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് തോന്നുന്നു 1.5 മാസത്തോളം ഞാൻ ട്രെയിനിങ് അങ്ങനെ നീണ്ടു. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ലോക്ക്ഡൗൺ വരുന്നത് അപ്പോഴാണ്. നമ്മൾ ഷൂട്ട് തുടങ്ങിയ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഒരു വലിയ ബ്രേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിലാണ്, ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അപ്പം എന്നെ ഇതേപോലെ ട്രെയിനറും ജ്ഞാനവേൽ സാറും എന്നെ വിളിക്കാൻ തുടങ്ങി. നീ ഇപ്പം വീട്ടിൽ ലിജോ ആയിട്ടിരിക്കുകയാണ്, നീ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം ഇന്ന് ഷൂട്ട് തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം ലോക്ക്ഡൗൺ മാറി ഷൂട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എന്ത് ചെയ്യും? അപ്പം നീ എന്നും സീൻസ് എടുത്ത് വായിക്കുക, സ്ക്രിപ്റ്റ് എടുത്ത് ഓരോ സീനായിട്ടെങ്കിലും വായിക്കുക, അത് നീ മനസ്സിൽ നീ ആ ക്യാരക്ടർ ആണെന്ന് വിചാരിച്ച് വായിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും തന്നെ വിളി വരാൻ തുടങ്ങി. അപ്പൊ എനിക്കും പേടിയാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സീനുകൾ വായിച്ച് എനിക്ക് ഡയലോഗ്സ് എല്ലാം തന്നെ കാണാപ്പാടായി. ഓരോ സീനിലും എന്താണ് ഞാൻ പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഡയലോഗ്സിൽ ഞാൻ കോൺഫിഡൻ്റ് ആയി. അത് കഴിഞ്ഞ് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാരണം ഈ ലോക്ക്ഡൗൺ കാരണം വന്ന ബ്രേക്ക് കൊണ്ടാണ് എനിക്ക് ആ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റി. ആ ഒരു സമയം എനിക്ക് അത്രയും സമയം കൂടെ കിട്ടിയത് കൊണ്ട് എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു. സെങ്കിനെ സ്ക്രീനിൽ കണ്ടപ്പം എന്താ തോന്നിയത്? സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ചന്ദ്രു സാറിനോടാണ് ചോദിച്ചത്. ഒറിജിനൽ ചന്ദ്രു
സാറ് സിനിമ കണ്ടിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് കണ്ടിട്ടുള്ള സെങ്കേനി അല്ലെങ്കിൽ പാർവതി എന്നാണ് അവരുടെ റിയൽ നെയിം ആ ലേഡിയുടെ. അപ്പൊ പാർവതി ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ സാറ് നന്നായി ചെയ്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. കാരണം ഈ ഒരു വ്യക്തിയെ നേരിട്ട് അറിയുന്ന ഒരാള് ഈ ഒറിജിനൽ ചന്ദ്രു സാറാണ്. അപ്പം സിനിമയ്ക്ക് മുന്നേ എന്നെ ഇവരെ കാണാൻ സമ്മതിച്ചിട്ടില്ല. കാരണം കണ്ടു കഴിഞ്ഞ, കാരണം അവർക്കിപ്പോ നല്ല പ്രായമുണ്ട് പറഞ്ഞ പാർവതി. അപ്പോ അതുകൊണ്ട് നമ്മൾ കാണണ്ട, നീ നിന്റെ വേർഷൻ നിനക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അവരെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. സിനിമ കണ്ട് ആളുകളുടെ അഭിപ്രായമൊക്കെ കേട്ട് തുടങ്ങി. ഇപ്പൊ നമ്മുടെ ടീമൊന്നാണെങ്കിലും ഡയറക്ടർ അടക്കം നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂര്യ സാർ ആണെങ്കിലും എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്ത സമയത്ത് സന്തോഷം തോന്നി. സ്ത്രീകള് കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന സിനിമകൾ ഇപ്പം മലയാളത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. കാരണം ഒരു നടിയായിരിക്കുമ്പം അത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് നമ്മളെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷമാണല്ലോ. അപ്പം എന്തുകൊണ്ടാവും അത്തരം ഒരു കഥാപാത്രങ്ങൾ വരാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ എന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെയിൽ ആക്ടറിനെ വെച്ച് ഒരു സിനിമ ചെയ്ത് അതിന് തിയേറ്ററിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു റെസ്പോൺസിന്റെ അത്ര മേ ബി ഇപ്പൊ എന്നെ വെച്ചൊരു സിനിമ എടുത്താൽ എത്ര പേര് സിനിമ കാണാൻ പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേടി ആളുകൾക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അല്ല, നല്ല കഥകൾ വരുന്നുണ്ടാവും, പക്ഷെ അത് ചെയ്യാൻ ഇപ്പൊ ധൈര്യമുള്ളൊരു എന്താ പറയാ, അല്ലെങ്കിൽ ഈ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സും കൂടി വേണം നമുക്ക്. ഇപ്പം ഹെറിൽ നമുക്ക് അനീഷ് ചേട്ടൻ എന്ന് പറയുന്ന ആള് ഇത്രയും സ്ത്രീകളെ വെച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പടം ഒന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് ഡിലേ വന്നിരുന്നു, ഷൂട്ട് കഴിഞ്ഞ് ഇത് റിലീസിന് എത്തിക്കാൻ. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് വില്ലിങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവണം, ആക്ടേഴ്സും ഉണ്ടാവണം. ഇപ്പം എന്നോട് തന്നെ ഒരാൾ വന്നൊരു കഥ പറയാണ്, അപ്പം എനിക്കും ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഞാൻ ഷോൾഡർ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ മുഴുവൻ ഭാരവും എനിക്കാണ്. അപ്പോ അത് വിജയിച്ചാലും ഇല്ലെങ്കിൽ അത് പരാജയപ്പെട്ടാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. അപ്പൊ ആ ഒരു പേടി എനിക്കൊന്ന് ആക്ടേഴ്സിനും ഉണ്ടാവും. ഇപ്പൊ മഞ്ജു ചേച്ചി അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പാർവതി അങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, ഒരു കുറച്ച് ആ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആക്ടേഴ്സിന് അത് കുറച്ചും കൂടി ഈസിയാന്ന് തോന്നുന്നു. ഞാൻ മെയിൻ ഒരു ക്യാരക്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഞാനാണ് ഈ കഥയിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുമ്പോൾ എന്നെ വിശ്വസിച്ച ഒരാളൊരു പടം ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടു പോകരുത് എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ട് പേഴ്സണലി. പക്ഷെ എന്നാലും നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യില്ല എന്നല്ല. പക്ഷെ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പേടി തീർച്ചയായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊരു മാറ്റം വരും. കാരണം അല്ലാത്ത സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ ഉള്ളൊഴുക്ക് നോക്കുകയാണെങ്കിൽ പോലും അങ്ങനത്തെ 2 സ്ത്രീകളാണ് അതിൽ. ഇപ്പൊ ഹെർ ആണെങ്കിലും നമ്മൾ ഇത്ര സമയം എടുത്തുവെങ്കിലും നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ മാറ്റം വരുന്നുണ്ട്, മാറ്റങ്ങൾ വരും. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെയും കുറച്ചും കൂടി ധൈര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലേ, സ്ത്രീകൾ മുഖ്യ കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ കുറച്ചുകൂടെ ധൈര്യമുള്ളവർ. ഇപ്പൊ ഞാനും പറയുകയാണെങ്കിൽ ഞാനും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ഒക്കെ ഞാനും ചെയ്തിട്ടില്ല എന്നല്ല, റിലീസിന് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേടി എനിക്കുണ്ട്. പക്ഷെ ചെയ്യും, അത് മാറ്റം വരുന്നുണ്ട്. കാരണം എനിക്ക് ഒരു 2 വർഷം മുന്നേ 3 വർഷം മുന്നേ ഒന്നും എന്നെയും ഒരു മേജർ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് എന്നെ കണ്ട് സിനിമകളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് വന്നു തുടങ്ങിയത്. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടം എന്ന് തോന്നി, അല്ലെങ്കിൽ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള, അത്രയും കോൺഫിഡൻസ് തോന്നിയിട്ടുള്ള കഥകളും കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. വരുന്നതേ ഉള്ളൂ, വരുമ്പോ അറിയാം അതിന്റെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്, തമിഴിലും മലയാളത്തിലും അഭിനയിച്ചല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ ഈ സിനിമ സെറ്റിൽ നേരിടുന്നുണ്ടല്ലോ. അതിലൊരു എക്സാജറേഷനും ഇല്ല, ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. 2 സിനിമയിലും സാഹചര്യത്തിലും അഭിനയിച്ച ഒരാളെന്നുള്ള രീതിയിൽ എന്ത് തോന്നുന്നു എന്നുള്ളത്. മലയാളം തമിഴിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മലയാളമാണ്.
അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ ഒരു ഭയങ്കര ഹയരാർക്കി എന്ന് പറയുന്നത് ഭയങ്കര വിസിബിൾ ആണ്. ഡയറക്ടർ മുതൽ അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സ് അവരെ എല്ലാരെയും നമ്മൾ സാർ എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളിവിടെ അങ്ങനെ ആരെയും സാർ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ നമ്മള് ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ ലാലേട്ടൻ, അല്ലെങ്കിൽ സാർ എന്ന് പറയുന്നതിനേക്കാളും നമ്മളല്ലേ മമ്മൂക്ക, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ പോലും നമ്മൾ ദിലീഷ് ഏട്ടാന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഗിരീഷ് പേര് വിളിക്കാം. അവിടെ അത് പറ്റില്ല. അവിടെ ആ പറഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്. അതല്ലാണ്ട് എനിക്കങ്ങനെ പേഴ്സണലി ഈ പറഞ്ഞ പോലെ സാലറി അത് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിൽ എന്തായാലും ആ പറഞ്ഞ ഡിഫറൻസ് ഉണ്ട്. അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. മലയാളം, തമിഴ് എന്നല്ല എല്ലായിടത്തും അതിൽ വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സേഫ് സ്പേസ് അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പേടി തോന്നിയ, ബുദ്ധിമുട്ട് തോന്നിയ ഇൻഡസ്ട്രി എന്ന് പറയാനൊന്നുമില്ല എനിക്ക് പേഴ്സണലി. അതുകൊണ്ട് മറ്റൊരാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എവിടെയും തോന്നിയിട്ടുണ്ടാവില്ല എന്നല്ല. എനിക്ക് ഇതുവരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏത് സെറ്റായാലും, മലയാളം ആയാലും തമിഴായാലും, വളരെ നല്ല സെറ്റുകളാണ്. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒരിടത്തും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മാറ്റങ്ങൾ വരണം തോന്നിയിട്ടുള്ളത്, ഇപ്പം അത് ഏത് ഇൻഡസ്ട്രി ആയാലും ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാരവാൻ ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മള് ഫീമെയിൽ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, പൊതുവെ ടെക്നീഷ്യൻസ്, ഞാൻ ഫീമെയിൽ എന്നും പറയുന്നില്ല, ടെക്നീഷ്യൻസിന് അവർക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഒന്ന് വാഷ്റൂമിൽ പോവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വന്ന് കാണണം എന്ന് തോന്നിയിട്ടുണ്ട്. അതിപ്പം തമിഴായാലും ശരി, തമിഴില് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷെ എത്ര ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന വാഷ്റൂം ഒന്ന് പോവാന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും കൺസിഡർ ചെയ്തിട്ടില്ല. വളരെ കുറവാ, തീരെ ഇല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആരും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏത് ഇൻഡസ്ട്രി ആയാലും, തമിഴിലും ഞാൻ അങ്ങനെ മാറ്റമൊന്നും കണ്ടിട്ടില്ല. അവിടെ ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ കൂടി വലിയ സിനിമകളാണ് എന്നുള്ളത് കൊണ്ട് അതിലൊരു മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ, ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഭാഷയുടെയും കൂടി ആവാം. എനിക്ക് മലയാളത്തിലാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ളത് കൊണ്ടാവാം. പിന്നെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി സൗഹൃദപരമായിട്ടാണ് പൊതുവെ പോവാറുള്ളതെല്ലാം. ഈ പറഞ്ഞ പോലെ ആ ഒരു ഹയറാർക്കി ഭയങ്കര എവിഡന്റ് അല്ലാത്തത് കൊണ്ടാവാം നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആണ് ഇവിടെ. അവിടെ ഞാൻ എപ്പോഴും ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാൾ തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നടന്മാർക്കുള്ള ഒരു പ്രതിഫലം ആയിരിക്കില്ല പലപ്പോഴും നടിമാർക്ക്. ഏകദേശം ഒരേ സബ് ക്യാരക്ടർ ചെയ്യുന്ന നടനുള്ള പ്രതിഫലം ആവില്ല നടിക്ക് കിട്ടുന്നത് എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വെച്ചിട്ടൊക്കെ പ്രതിഫലം എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ചോദിക്കുന്ന പ്രതിഫലം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതിൽ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം ഉണ്ടായിട്ട് അവസാനം ഒരു ഫിഗറിലേക്ക് വരികയാണ് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ആർക്കും തന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന എമൗണ്ട് അങ്ങനെ തന്നെ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. അത് ആർക്കും തന്നെ ഉണ്ടാവില്ല. അത് നടിമാരുടെ കാര്യത്തിലാണോ, അല്ലെങ്കിൽ അത് നടന്മാർക്കും? അതെ, ചിലപ്പോ ജൂനിയർ നടന്മാർക്ക് ഉണ്ടാവും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് കോമൺ എക്സ്പീരിയൻസ് ആണ്. ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിഗർ അവർക്ക് ഓക്കെ അല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ തീർച്ചയായിട്ടും ബാർഗനിങ് നടക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഡിഫറൻസ് അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന നയൻതാര സൂപ്പർ സ്റ്റാർ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലില്ല, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ. പക്ഷെ ഇവരൊന്നും അവരുടെ ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു സാലറി അല്ല വാങ്ങുന്നത്. അവര് വാങ്ങുന്നതിനേക്കാൾ എത്രയോ കുറവ് തന്നെയാണ് ഇവർക്കും കിട്ടുന്നത്. അപ്പോൾ അതിപ്പോ നമ്മൾ എത്ര പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചാലും അതിൽ ഇത് ഈ പറഞ്ഞ പോലെ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ സെല്ലിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ആക്ടറിനെ വെച്ച് നമുക്കൊരു പടം ഫുൾ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ആ ഒരു എമൗണ്ട് തന്നാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് തന്ന ഒരു പടം എടുത്താൽ അതിനെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷെ പറ്റും എന്നുള്ളത് ഉറപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉർവശിയുടെ സിനിമകൾ ഞാൻ പലപ്പോഴും ഉർവശിയുടെ സിനിമ കാണാൻ പോയിട്ടുള്ളത് അതിൽ ആരാ നടൻ നോക്കിയിട്ടല്ല, ഉർവശി അഭിനയിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക്
എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ എന്ന് പറയുന്നില്ല, കുറച്ചും കൂടിയൊക്കെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ നമ്മുടെ റെമ്യൂണറേഷൻ സംസാരിക്കുമ്പോഴായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും നമ്മളത് അധ്വാനിച്ച് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താണ്ട് നമ്മൾ സംസാരിച്ചു എന്ന് പറഞ്ഞാലും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം ഏത് സിനിമയ്ക്ക് വിളിച്ചാലും ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ മിക്ക സിനിമകളും ആദ്യം തന്നെ പറയും നമുക്ക് ബഡ്ജറ്റ് വളരെ കുറവാണ് കേട്ടോ. അത് സിനിമ തന്നെ ഞാൻ പറയണത്, എനിക്ക് എന്നുള്ള അല്ലെങ്കിൽ ആക്ടേഴ്സിനുള്ള റെമ്യൂണറേഷൻ എന്നല്ല, നമ്മളിത് വളരെ ഇപ്പൊ തമിഴിലും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞു തുടങ്ങുക, നമ്മളിത് വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമയാണെന്ന് തന്നെ പറഞ്ഞിട്ട് തുടങ്ങുക. അപ്പം എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ പറഞ്ഞാൽ അവിടെ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓക്കെ, ചെറിയ ബഡ്ജറ്റിലാണ് ഇപ്പൊ പക്ഷെ നമുക്കറിയാം, നമുക്കും അറിയാം അവർക്കും അറിയാം, അവരത് സ്ഥിരം പറയുന്നതാണ്, നമ്മളിത് സ്ഥിരം കേൾക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റും. ചേട്ടാ ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമ്മൾ സംസാരിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് എത്തിയാൽ മാത്രമേ നമുക്ക് അതിലെന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം WCC പോലൊരു സംഘടന, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാതെ നമുക്ക് പറ്റില്ല. അത്തരം സംഘടനകളുടെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്? വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഞാൻ പറയട്ടെ, ഞാൻ WCCയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടിലും എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ള കാര്യമാണ്, WCCയുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അതുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കുറെ പേർക്കെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ദുരവസ്ഥ തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ WCC ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കിത് ആരോടും പരാതിപ്പെടാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇന്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, എല്ലാ സിനിമകൾക്കും ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ WCC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ കുറെ പേരുടെ പരിശ്രമം കൊണ്ടുണ്ടായതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമയുടെ സെറ്റിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, എനിക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ഏത് സിനിമയായാലും അത് കമ്പൽസറി ആണ്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ചെയ്ത എല്ലാ സിനിമകളിലും തന്നെ അതുണ്ട്. അപ്പൊ അതൊക്കെ വരുന്നത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ്. തമിഴിൽ അങ്ങനെ ഒന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ മേ ബി ആക്ടേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പരാതിപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ അത് എത്രത്തോളം ആളുകള് കാര്യത്തിലെടുക്കും എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞാൽ ഇതിൽ വന്ന എല്ലാ കേസസും ജെന്യുവിൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതില് ഒരുപാട് കേസസ് ജെന്യുവിൻ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പൊ ഇത്രയും ഇങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ ഇനിയും ഉണ്ടാവും. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനും, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ എനിക്ക് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തുറന്ന് പറയാൻ എനിക്കൊരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം പെൺകുട്ടികൾക്കും ഉണ്ടാവും, സ്ത്രീകൾക്കും ഉണ്ടാവും. അതേപോലെ കുറച്ചു പേർക്കൊക്കെ പേടിയുണ്ടാകും. ഓക്കെ, ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊരു പ്രശ്നമാകുന്ന കുറച്ചു പേർക്കെങ്കിലും ഒരു പേടിയും ഉണ്ടാവും ഇങ്ങനെയുള്ള സംഘടനകൾ കൊണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി എന്താ പറയാ, സ്ത്രീകൾക്ക് കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രി പ്രത്യേകിച്ച് മാറുന്നുണ്ടെങ്കിൽ അതിന് ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ അതിലെന്താ പറയാ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. തൊഴിലെന്ന രീതിയിൽ അഭിനയം തിരഞ്ഞെടുക്കുമ്പോൾ വിവാഹത്തിന് ശേഷം നമുക്ക് ആ ഇടത്തിൽ ആ ഒരു അഭിനയം തുടർന്ന് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പം അഭിനയിക്കാൻ നടി തയ്യാറായാലും അവസരത്തിന്റെ ഒരു പ്രശ്നം കൂടെ അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ലിജോ മോളുടെ സ്ഥിതി. ഏറ്റവും നല്ല കഥാപാത്രം ലഭിച്ചത് വിവാഹത്തിന് ശേഷമാണ്. അല്ല, അതും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ ഞാൻ മാരീഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതായിട്ടോ ആരും എന്നെ വിളിക്കാതിരുന്നതായിട്ടോ എനിക്കൊരു അറിവില്ല. ഈ പറഞ്ഞതുപോലെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ കുറേയും കൂടി മലയാളത്തിലേക്ക് കുറച്ചുകൂടി മലയാള സിനിമകൾ ചെയ്തു തുടങ്ങിയതൊക്കെയും കല്യാണത്തിന് ശേഷമാണ്. എനിക്കങ്ങനെ ഞാൻ മാരീഡ് ആണ് എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അറിയില്ല ഞാൻ മാരീഡ് ആണ് എന്നുള്ള കാര്യം. ഇപ്പൊ ചിലരിങ്ങനെ സംസാരിക്കുമ്പോൾ മാരീഡ് ആണോ, അപ്പൊ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? അപ്പൊ ഞാൻ 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ 3 വർഷമായി. അപ്പൊ കുറെ പേർക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും എനിക്കങ്ങനെ ആരും മാരീഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ലിജോയ്ക്ക് കൊടുക്കണ്ടെന്നോ, അല്ലെങ്കിൽ മാരീഡ് ആയതുകൊണ്ട് നമ്മൾ ഈ സിനിമയിൽ കൺസിഡർ ചെയ്യണ്ടെന്നുള്ള രീതിക്കുള്ള ഒന്നും ഞാൻ കേട്ടിട്ടില്ല എവിടെയും. എനിക്കങ്ങനെ ഒരു
പക്ഷെ ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞ് ഞാനത് കേട്ടിട്ടുമുണ്ട്. ഈ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഭിനയിക്കാൻ റെഡി ആണെങ്കിലും അവർ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കുന്നില്ല എന്ന് പറയുന്ന വേറെ ആളുകൾ പറയുന്നത് കൊണ്ട് ആ ഒരു സിനിമ ചെയ്യാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നും ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ. അടുത്ത വരാനിരിക്കുന്ന മൂവി ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത് പൊന്മാനാണ്. അതിന്റെ ഒരു കുഞ്ഞു ടീസർ കണ്ടു, ജ്യോതിഷ് ശങ്കറിന്റെ അല്ലെ. അത് GR ഇന്ദുഗോപൻ ചേട്ടന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവലാണ് പൊന്മാൻ എന്ന പേരിൽ സിനിമയായിട്ട് വരുന്നത്. അതിലിപ്പം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിലെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും. അപ്പൊ അതില് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷയുള്ള ഒരു സിനിമയാണത്. അതുപോലെ ജ്യോതിഷേട്ടന്റെ ആദ്യത്തെ സിനിമയാണ് സംവിധായകനായിട്ട്. നല്ല ടീമാണ്. ബേസിലുണ്ട്, സജിൻ ഗോപു ഉണ്ട്, അതുപോലെ സാനു ചേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. വേറെ ഇനി ഇറങ്ങാനുള്ളത് ദാവീദ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പെപ്പയുടെ കൂടെയാണ്. ഗോവിന്ദ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതും നമ്മൾക്കൊക്കെ അറിയുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പെപ്പയുടെ വൈഫായിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര സെന്റിമെന്റ്സ്, ഭയങ്കര വിഷമം അങ്ങനെയൊന്നും ഉള്ളൊരു ക്യാരക്ടറല്ല. എല്ലാത്തിനെയും എങ്ങനെ നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ പാർട്ട്ണർ തളർന്നിരിക്കുമ്പോഴും കൂടെയുള്ള ആള് പിടിച്ചു കൊണ്ടുപോകാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പൊ അത് രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി സംശയം എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്യാനുണ്ട്. അത് രാജേഷ് രവി എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ടർ. ഇവരൊക്കെയും പുതിയ ആളുകളാണ്. എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ആണ് ഡയറക്ഷൻ. അത് വിനയ് ചേട്ടനുണ്ട്, ഷറഫൊക്കെ ഉണ്ട്, പ്രിയംവദ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും രസമുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ പറയുന്നത് സീരിയസ് സബ്ജക്റ്റാണ്, പക്ഷെ അത് വളരെ ലൈറ്ററായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, സർക്കാസ്റ്റിക്കലി നമ്മൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ലൈറ്റായിട്ട് ചെറിയ ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതല്ലാതെ സുമയ്യ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് അശോകൻ എന്നാണ് ഡയറക്ടറിന്റെ പേര്. നമ്മുടെ ജനനം 1947 പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും, ഈവൻ എൻ്റെ ലുക്സിൽ പോലും. കാരണം ഞാൻ ഇതുവരെ എൻ്റെ മുടി കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ സിനിമകളൊന്നും ആ ലുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ആ ലുക്കിലുള്ളൊരു സിനിമയാണ്. ക്യാരക്ടറും കുറച്ചധികം സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ ഒരു വെബ് സീരീസ് വരാനുണ്ട്, ബ്ലൈൻഡ് ഫോൾഡ് എന്നാണ് പേര്. അത് ഹർഷദൊക്കെയാണ് അതിൻ്റെ റൈറ്റർ. പുഴു ഒക്കെ ചെയ്ത് അൻസാറിലെയാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതും അൻസാർക്കയുടെയും ഫസ്റ്റ് ഡയറക്ഷനാണ്, ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അപ്പോൾ ആ വെബ് സീരീസാണ് സോണി ലിവിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രയുമാണ് ഇപ്പം ഇമ്മീഡിയറ്റ് റിലീസിനുള്ള മലയാളം സിനിമകൾ. പല കഥാപാത്രങ്ങൾ ഇപ്പം വന്നു, നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാലും മനസ്സിലൊരു ആഗ്രഹമുണ്ടോ, ഇന്നൊരു കഥാപാത്രം അല്ലെ ഈ രീതിയിലുള്ള ഒരു കഥാപാത്രം? അല്ല, കണ്ട സിനിമകൾ വെച്ചിട്ട് ഇന്നയാളെ ചെയ്തത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. പക്ഷെ പലതരത്തിലുള്ള ഇപ്പം കുറച്ചുകൂടി ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്ത് നോക്കിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ അതെങ്ങനെ വരും എന്നറിയില്ല. കാരണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫൺ അല്ലെങ്കിൽ കോമഡി കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുമോന്നറിയില്ല. എനിക്ക് തോന്നുന്നു പക്ഷെ ചേരുന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലൊക്കെ വരട്ടെ.